ടെക് ലോകത്തെ വാർത്തകൾ. അരനൂറ്റാണ്ടിനിപ്പുറം മനുഷ്യരെ വഹിച്ച് ചന്ദ്രനെ ചുറ്റിയ ദൗത്യമെന്ന പെരുമ നേടി ആർട്ടിമിസ് 2 ഭൂമിയിലിറങ്ങി. 4 യാത്രികർ അടങ്ങുന്ന സംഘം ശനിയാഴ്ച പുലർച്ചെ പസഫിക് സമുദ്രത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. ചരിത്ര ദൗത്യം പൂർത്തിയാക്കി ആർട്ടിമിസ് സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. ശനിയാഴ്ച പുലർച്ചെ 5:37 US-ലെ കാലിഫോർണിയയ്ക്ക് സമീപമുള്ള പസഫിക് സമുദ്രത്തിലെ സാന്റിയാഗോ തീരത്ത് കടലിൽ പേടകമിറങ്ങി. ലാൻഡിങ്ങിന് ശേഷം ഓറിയോൺ ബഹിരാകാശ പേടകത്തിൽ നിന്ന് യാത്രികരെ ഹെലികോപ്റ്റർ വഴി നാവികസേനയുടെ കപ്പലിലേക്ക് മാറ്റി. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ എന്നീ ബഹിരാകാശ യാത്രികരാണ് തിരിച്ചെത്തിയത്. ഓറിയോൺ പേടകം മണിക്കൂറിൽ 40,000 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. ഈ ഘട്ടത്തിൽ പേടകത്തിനു ചുറ്റും 2800°C താപനില അനുഭവപ്പെടും. എന്നാൽ ആർടെമിസ് 2 ഓറിയോൺ പേടകത്തിന്റെ താപ കവചം താപനിലയിൽ നിന്ന് ബഹിരാകാശ യാത്രികരെ സംരക്ഷിക്കുന്നു. ബഹിരാകാശ യാത്രയിലെ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങളിലൊന്നാണ് തിരിച്ചുള്ള ഇറക്കം. കടലിൽ പേടകത്തെയും യാത്രികരെയും വരവേൽക്കാൻ അമേരിക്കൻ നാവികസേനയുടെ US ജോൺ പൂമുർത്ത എന്ന പ്രത്യേക കപ്പലാണ് സജ്ജമാക്കിയത്. ഈ കപ്പലിൽ വെച്ച് യാത്രികരുടെ വൈദ്യപരിശോധന നടത്തി. സ്പ്ലാഷ് ഡൗണിന് മുൻപുള്ള നിർണായകമായ ഫയറിംഗ് നടത്തുകയും ചെയ്തു. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 45 മിനിറ്റ് മുമ്പ് പേടകത്തിൽ നിന്ന് സർവീസ് മൊഡ്യൂൾ വേർപെടുത്തി. ഘർഷണം കുറയ്ക്കാനും വേഗത നിയന്ത്രിക്കാനുമുള്ള പാരാഷൂട്ടുകളുടെ സഹായത്തോടെ പേടകം കടലിലേക്ക് പതിക്കുകയായിരുന്നു. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം വെറും 15 മിനിറ്റ് കൊണ്ടാണ് ആർടെമിസ് സംഘം കടലിൽ പതിച്ചത്. കടലിൽ പതിക്കുന്ന സമയത്ത് പേടകത്തിന് മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയായിരുന്നു ഉണ്ടായിരുന്നത്. 10 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കിയ സംഘം ഏപ്രിൽ 1 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു യാത്ര ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. AI രംഗത്തെ മത്സരം ശക്തമാകുന്നതിനിടെ മെറ്റ മ്യൂസ് സ്പാർക്ക് എന്ന പുതിയ മോഡൽ അവതരിപ്പിച്ചു. വേഗതയും കൃത്യതയും ഒരുമിപ്പിക്കുന്ന ഈ AI സംവിധാനം ടെക് ലോകത്ത് പുതിയ മത്സരത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. സൂപ്പർ ഇന്റലിജൻസ് ലാബ്സ് എന്ന പുതിയ വിഭാഗം വികസിപ്പിച്ച ഈ മോഡൽ വലിപ്പത്തിൽ ചെറുതും വേഗത്തിൽ ശക്തവുമായ AI സംവിധാനമാണ്. സയൻസ്, ഗണിതം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിലെ സങ്കീർണ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇതിന് കഴിയും. എഴുതുന്നതിലും യുക്തിപൂർവമായ ചിന്തയിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുവെങ്കിലും കോഡിംഗ് മേഖലയിൽ ചില പരിമിതികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ വിപണിയിലുള്ള ജെമിനി, ChatGPT, ക്ലൗഡ് എന്നീ പ്രമുഖ മോഡലുകളോട് മത്സരിക്കാനുള്ള പ്രകടനമാണ് മ്യൂസ് സ്പാർക്ക് കാഴ്ചവെക്കുന്നതെന്ന് വിലയിരുത്തുന്നു. AI രംഗത്ത് പിന്നിൽ നിന്നിരുന്ന മെറ്റയ്ക്ക് ഇത് വലിയ തിരിച്ചുവരവായിരിക്കുമെന്നാണ് പ്രതീക്ഷ. $600 ബില്യൺ വൻ നിക്ഷേപവുമായി AI മേഖലയിലേക്ക് കടന്ന മെറ്റ മുമ്പത്തെ ഓപ്പൺ സോഴ്സ് മോഡലായ ലാമയിൽ നിന്ന് വ്യത്യസ്തമായി മ്യൂസ് സ്പാർക്ക് ഒരു പ്രോപ്പർട്ടി മോഡലായി പുറത്തിറക്കിയിരിക്കുകയാണ്. ഭാവിയിൽ ഇത് ഓപ്പൺ സോഴ്സ് ആക്കാനുള്ള സാധ്യതയും കമ്പനി സൂചിപ്പിച്ചു. വരും ആഴ്ചകളിൽ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലും മെറ്റയുടെ പ്രത്യേക AI ആപ്പിലും മ്യൂസ് സ്പാർക്ക് ലഭ്യമാകും. കൂടാതെ ഡെവലപ്പർമാർക്ക് API വഴി ഉപയോഗിക്കാൻ അവസരം നൽകി പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുമാണ് കമ്പനിയുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ബജാജ് പൾസർ 180 മോഡലിൻ്റെ 2026 പതിപ്പ് വിപണിയിൽ അവതരിപ്പിച്ചു. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഡിജിറ്റൽ കൺസോൾ, പുതിയ സ്റ്റൈൽ എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. ബൈക്ക് ആരാധകരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഈ മോട്ടോർ സൈക്കിൾ വിപണിയിൽ തിരിച്ചെത്തിയതെന്ന് ബജാജ് അറിയിച്ചു. പുതുമയാർന്ന സ്റ്റൈലാണ് പുതുക്കിയ മോഡലിന്റെ ഏറ്റവും വലിയ ആകർഷണം. ബൈക്കിന് ലഭിച്ചിരിക്കുന്ന പുതിയ ഗ്രാഫിക്സ് ഇതിന് ഉത്തമ ഉദാഹരണമാണ്. പുതിയ ഗ്രാഫിക്സ് കൂടുതൽ മൂർച്ചയുള്ളതും ആധുനികവുമായ രൂപം നൽകുന്നു. കൂടാതെ മാറ്റുകൂട്ടാൻ പുതിയ LED ഹെഡ് ലാമ്പും LED ടേൺ ഇൻഡിക്കേറ്ററുകളും നൽകിയിട്ടുണ്ട്. പുതിയ ബജാജ് പൾസർ 180 ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഡിജിറ്റൽ കൺസോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി യാത്രക്കാരന് ഫോൺ കോളുകളെയും SMS-കളെയും കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ അറിയാൻ സാധിക്കും. 8500 RPM 16.77 bhp കരുത്തും 6500 RPM 15 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 178.61 cc സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ മോട്ടോർ സൈക്കിളിന് കരുത്തു പകരുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.